ഹായ് കൂട്ടുകാരെ, ഹാപ്പി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മുല്ലപ്പന്തലിലാണ്. കൊച്ചി തൃപ്പൂണിത്തുറയിലെ ഏറ്റവും ജനപ്രിയമായ കുടുംബ സൗഹൃദ കള്ളുഷാപ്പാണിത്. മുല്ലപ്പന്തൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മുല്ലയുമായിട്ട് എന്തോ ഒരു ബന്ധമുള്ളതുപോലെ. അതെ, അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടുത്തെ ഈ ഒരു ഷാപ്പിൻ്റെ രണ്ട് സൈഡിലും മുല്ല ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ പോയ ടൈമിൽ പൂവൊന്നും ഇല്ലാത്ത ഒരു സമയമായിരുന്നു, ഒരു ക്രിസ്മസ് സമയത്ത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ നേരത്തെ എടുത്തതാണ്. ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്താണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. അപ്പോൾ ഈ ഒരു മുല്ല എന്ന് പറയുന്നത് 40 വർഷം പഴക്കമുള്ള ഒരു മുല്ലയാണ്. അത് ഒരുപാട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം മുല്ലപ്പന്തൽ എന്നുള്ളൊരു പേര് ഇതിന് കിട്ടിയത്. അപ്പോൾ ഇത് പൂക്കുന്നതൊക്കെ ഒരു സമയത്ത് ചെല്ലുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും കാണാനും. അതുപോലെ തന്നെ അതിൻ്റെ മണമൊക്കെ ഒരു പ്രത്യേക ഒരു വൈബായിരിക്കും. ഇവിടുത്തെ ഭക്ഷണ മെനുവിൽ ചിക്കൻ, ബീഫ്, പോർക്ക്, താറാവ്, ചെമ്മീൻ, കണവ, ലോബ്സ്റ്റർ തുടങ്ങിയ എല്ലാ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള നിരവധി രുചികരമായ വിഭവങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഭക്ഷണപ്രിയർക്ക് ഇത് അതുല്യമായ ഒരു പറുദീസയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കിയാൽ നമുക്ക് ഷാപ്പിൻ്റെ വലുപ്പം മനസ്സിലാകത്തില്ല. ഇതിനുള്ളിലേക്ക് കയറി ഇതിന് പുറകോട്ടാണ് ആ ഷാപ്പ്. കുറേ വിസ്തൃതമായ പ്രദേശത്ത് കുറേ ഇതിലിങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം അവരുടെ കിച്ചണും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് സൗകര്യപ്രദമായ റൂമുകളും കാര്യങ്ങളും എല്ലാം ഒരുക്കിയിരിക്കുന്നത് ഉള്ളിലൂടെ നമുക്ക് അകത്തേക്ക് കയറിയാലും മനസ്സിലാവും. നമ്മുടെ സൗകര്യം അനുസരിച്ച് ഒരു ഫാമിലി റൂമിലോ രസകരമായ മറ്റു റൂമിലോ ഒക്കെ ഇരിക്കാം. ഇവിടെ നമ്മൾ നേരിടുന്ന ഒരേ ഒരു പ്രശ്നമെന്ന് പറയുന്നത് സീറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതുപോലെ തിരക്കാണ് ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ, ഷാപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രമുണ്ട്. അതിലുപരി ഇതൊരു ഫാമിലി എന്താ പറയുക, കുടുംബ സൗഹൃദ കള്ള് ഷാപ്പാണിത്. അപ്പം നമുക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കള്ള് കുടിക്കേണ്ടവർക്ക് കള്ള് കുടിക്കാം. അത് തന്നെയല്ല, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കൂടുതൽ ആൾക്കാരും ഫാമിലിയായിട്ട് വരുന്നത് ആഹാരം കഴിക്കാൻ തന്നെയാണ്. നമുക്ക് പലതരത്തിലുള്ള വെജും നോൺ വെജും അതുപോലെ തന്നെ സീ ഫുഡും ഒക്കെ ഒരുപാട് കിട്ടുന്ന ഒരു ഷാപ്പ് തന്നെയാണിത്. എന്തായാലും ഞങ്ങൾ കള്ളും മേടിച്ചിട്ടുണ്ട് കേട്ടോ. കള്ളും കുടിച്ചു. നല്ല മധുരമുള്ള കള്ളായിരുന്നു, നല്ല മധുരക്കള്ളായിരുന്നേ. അപ്പോൾ അങ്ങനെ കള്ളൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ എന്താ പറയുക, ആഹാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന ഒരു ടൈമെന്ന് പറയുന്നത് ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം രാവിലത്തെ ആഹാരം അപ്പോൾ മുല്ലപ്പന്തലിൽ നിന്ന് ആകാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 11 ആയപ്പോഴാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അതുകൊണ്ടും അതുപോലെ തന്നെ ഒരു ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസൊക്കെ എറണാകുളത്തായിരുന്നു. അങ്ങനെ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. ക്രിസ്മസിന് അവിടെ അവധിയായിരുന്നു ഷാപ്പ്. അപ്പോൾ ജോലിക്കാരൊക്കെ അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കടലിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് പോയത്. വലിയ മീൻ തലക്കറിയൊക്കെ കഴിക്കാം എന്നുള്ള കുറേ വെറൈറ്റി ഫുഡ് കഴിക്കാമെന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷേങ്കിൽ ക്രിസ്മസിന് അവധി ആയതുകൊണ്ട് തന്നെ അതൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്ന ടൈമും ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് കുറച്ചുകൂടെ വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടിയേനെ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കക്ക ഫ്രൈ, അതുപോലെ ബീഫ് ഫ്രൈ, താറാവ് കറി, മീൻ കറി, പിന്നെ ഒരു മുളക്, ഒരു ചട്നി, പിന്നെ നമ്മൾ കള്ളും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കള്ളൊക്കെ സൂപ്പറായിരുന്നു, നല്ല മധുരക്കള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ലച്ചൂട്ടിയൊക്കെ ഇരുന്ന് തകർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷാപ്പിലെ രുചിയേറിയ വിഭവങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. പിന്നെ മുല്ലയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം. നമ്മുടെ ചാനലിൻ്റെ പേര് ഹാപ്പി ടൈംസ് എന്നാണ്. ഇന്നത്തിൽ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കേ.